ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. അങ്ങനെ ഫൈനലി കളങ്കാവലിൻ്റെ ഒരു കിടിലം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു കിടിലം പോസ്റ്റർ, നായകനും പ്രതിനായകനും ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രതിനായകൻ ഇങ്ങനെ മുഴച്ച് നിൽപ്പുണ്ട്. ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. നായകൻ അല്ലെങ്കിൽ ഹീറോ വിനായകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ പോസ്റ്ററുകളെല്ലാം വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. UA സർട്ടിഫിക്കേഷൻ 16+ ആണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻ സിനിമാസ് വെരി സൂൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഡേറ്റ് അറിയില്ല. നവംബർ 27 എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇത് മമ്മൂക്കയ്ക്ക് അറിയുമോ അല്ലെങ്കിൽ മമ്മൂക്ക കമ്പനിക്ക് അറിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് എനിവേസ് വെയിറ്റിംഗ് ഫോർ ദിസ് വൺ. ഇതിലൊക്കെ ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വളരെ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് എല്ലാം റെസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇതിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് വരിക, മമ്മൂക്ക ഈ സിനിമയെ പറ്റി സംസാരിക്കുക. അപ്പം നമുക്കങ്ങനെ ഒരുപാട് 7 മാസത്തോളം ഒരു വ്യക്തിയെ ഇത്രയും അകന്ന് നിന്നിട്ട് തിരിച്ച് നമുക്ക് കിട്ടുകയാണ്. സോ അതൊരു സെലിബ്രേഷനാണ് സീരിയസ്ലി. പുള്ളിയുടെ മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസ് ഉണ്ടാവട്ടെ, അതിലൊക്കെ ഈ സിനിമയെപ്പറ്റി ഇവരെന്തായാലും ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം ജിതിൻ കെ ജോസ് ഒരു മാസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും പുള്ളി ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. സൈനൈഡ് മോഹൻ്റെ കഥയാണിതെന്നുള്ള റൂമേഴ്സ് ഉണ്ട്. അതിനോട് എഗ്രി ചെയ്യുന്നുമില്ല, എഗ്രി ചെയ്യാതെ ഇരിക്കുന്നില്ല. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ് എനിവേ. സോ അത് എക്സൈറ്റിംഗ് ആണ്. അങ്ങനെ ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടീസറിൻ്റെ അവസാനത്തെ 15 സെക്കൻഡിൽ വന്നിട്ടുള്ള പുള്ളിയുടെ ആ പെർഫോമൻസ്, അത് തീർച്ചയായിട്ടും പ്രതീക്ഷ അങ്ങനെ വളരെ ഉയരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഭ്രമയുഗത്തിന് ശേഷം പുള്ളി വീണ്ടും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് സീരിയസ്ലി ഇത് കാണുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് ഉടനെ തന്നെ നമുക്കിനി ഒരു ട്രെയിലർ പ്രതീക്ഷിക്കാം. ട്രെയിലറിൽ നിന്നും നമുക്ക് പുതിയ സ്പെക്കുലേഷൻസ് ഉണ്ടാക്കാം, പുതിയ റൂമേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ പടത്തിന് വേണ്ടി കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കാം. ഇനി എന്തായാലും ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഒന്ന് അറിയിച്ച് തന്നാൽ മതി. ഉടനെ തന്നെ ആനുവൽ ലീവ് ബുക്ക് ചെയ്യുന്നു, ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണുന്നു. അതാണ് പരിപാടി. കാരണം എനിക്കിനി ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നോ വാട്സാപ്പിൽ നിന്നോ ഒന്നും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കേൾക്കണ്ട, സ്പോയിലേഴ്സ് ഒന്നും എനിക്കറിയണ്ട. ആദ്യമേ ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കാണുക. അതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ പോസ്റ്ററും ഇതിൻ്റെ റിലേറ്റഡും ആയിട്ടുള്ള കളങ്കാവലുമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഉള്ളത്? പ്ലീസ് ടു കമൻറ്റ്. താങ്ക് യു ഗൈസ്.